ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഭിയെപ്പറ്റി മുത്തശ്ശനും ദേവയാനിയും നവ്യയായിട്ടൊക്കെ ഇന്ന് സംസാരിക്കുകയാണ്. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ അടി അവൻ ഒരുപാട് കൊണ്ടതാ, എന്നിട്ടും അവൻ നന്നായില്ല എന്നൊക്കെ ദേവയാനി പറയുന്നു. അവസാനം എല്ലാവരും അവനെ അവൻ്റെ വഴിക്ക് വിടുകയായിരുന്നു എന്നും പറഞ്ഞു. പിന്നെ ഇന്ന് അവന് അച്ഛനുണ്ട്, എന്നിട്ടും പഴയതിനേക്കാളും മോശമായിട്ടാണ് അവൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. അതിനുള്ള ശിക്ഷ മോള് തന്നെ അവന് കൊടുക്കണമെന്നും മുത്തശ്ശൻ പറയാം. അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വക്രബുദ്ധി അതുപോലെ തന്നെ അവന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനി അവൻ അവൻ്റെ അച്ഛനുമായി കൂട്ടുകൂടി നമുക്കോ നമ്മുടെ ബിസിനസ്സിനോ ഭീഷണി ആവരുത് മോളെ, ആ രീതിയിൽ മോൾ അവനെ തളയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊക്കെ മോളുടെ പിന്നിലുണ്ട് എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടേ കുറേ നാളായി മുത്തശ്ശ. അവനെ ഒരുപാട് കരയും, അവനെ വളർത്തി നശിപ്പിച്ച് അവൻ്റെ അമ്മയും കരയിപ്പിക്കും ഞാനെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കാം. അതും പറഞ്ഞിട്ട് നവ്യ അകത്തേക്ക് കയറിപ്പോയി. നവ്യ അകത്തേക്ക് ചെല്ലുമ്പം അവിടെ അബി ഇരിപ്പുണ്ട്. അബിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കവളൊക്കെ തിരുമ്മിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. ആ സമയത്ത് നീ വന്നോ നീ ചോദിച്ചു നവ്യയെ കണ്ടപ്പോഴത്തേക്ക് നവ്യ ഓടി അടുത്തേക്ക് ചെന്നു. ഞാനിപ്പോൾ വന്നതേ ഉള്ളെന്ന് പറഞ്ഞു. അല്ല നിനക്ക് എന്താ പറ്റിയേ, നിൻ്റെ കവളത്തെന്താ ഒരു പാട്? അതുപോലെ എൻ്റെ അമ്മയുടെ വട്ട ഒന്ന് അബി വട്ടോ എന്ന് പറഞ്ഞ് നബി ഇങ്ങനെ നിൽക്കുക കേട്ടോ. എൻ്റെ അച്ഛൻ്റെ കൃപ കൊണ്ടാണ് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ജീവിച്ച് പോകുന്നത് തന്നെ. അപ്പോൾ അച്ഛനെ തള്ളി പറയാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു അബി. അച്ഛനും ഞാനും തമ്മിൽ പുറത്ത് വെച്ച് കണ്ടതേ ഏതോ വിവരദോഷികൾ വിളിച്ച് അമ്മയെ അറിയിച്ചെന്ന് പറഞ്ഞു. പറഞ്ഞ് നവ്യ ഇങ്ങനെ നിൽക്കുവാണ്. ഇവിടെയുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കും, ഇവിടെയുള്ളവർക്കല്ല. എൻ്റെ അച്ഛനേത് ഭീകരനാണല്ലോ, അതിന് പാര വെച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. എന്തായാലും അമ്മ ഉടനെ അവിടെ പാഞ്ഞെത്തി. ദേഷ്യം തീരാതെ അത് ഇവിടെയും വന്ന് തീർത്തു എന്നും പറഞ്ഞു. നമ്മൾ ഉറപ്പായിട്ടും നിൻ്റെ അച്ഛനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് നവ്യ. അങ്ങേര് എത്ര ദുഷ്ടനാണെന്ന് ഇവിടെയുള്ളവർ പറഞ്ഞാലും നമുക്കൊരാപത്ത് വന്നപ്പോഴേ നമ്മളെ താങ്ങി നിർത്തിയത് ആ അച്ഛനാ, വേറെ ആരുമല്ല. അപ്പം മറ്റാർക്കും ഇല്ലെങ്കിലും ആ ബോധം എനിക്കുണ്ട് നവ്യെ. അതുകൊണ്ട് അച്ഛനെ വെറുക്കാനൊന്നും എന്നെ കിട്ടത്തില്ല എന്നായി പിന്നെ അബി. നാളെ ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടി വന്നാലും ആകെ തുണയായിട്ടുള്ളത് എൻ്റെ അച്ഛൻ മാത്രമാണെന്ന് പറഞ്ഞു. എങ്കിൽ ആ അച്ഛനെ ഞാൻ തകർക്കോടാ എന്ന് നമ്മുടെ നവ്യ മനസ്സിൽ ആ സമയത്ത് പറയുവാണ്. അതുകൊണ്ടേ നമ്മളെല്ലാവരും നമ്മളെപ്പോഴും ആ അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കണം. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ കാണാതെ തന്നെ എനിക്കറിയാം നാഗേന്ദ്രൻ അച്ഛൻ ഈ വീട് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരി മിക്കവാറും നിൻ്റെ അമ്മ തന്നെ ആയിരിക്കും എന്ന് നവ്യ. അതെ, എൻ്റെ അമ്മയുടെ സ്വഭാവം വെച്ച് നോക്കിയാലേ അതിനുള്ള സാധ്യതകളൊക്കെ കൂടുതലുമാണ്. പക്ഷേ അതിൽ എൻ്റെ അജയ് മാമനും അമ്മായിക്കൊക്കെ എന്തൊക്കെ പങ്കുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിനക്ക് ഓർമ്മയില്ലേ, മുമ്പൊരിക്കൽ ഞാനും അച്ഛനും തമ്മിൽ കണ്ടെന്നും പറഞ്ഞ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അജയ് മാമൻ അന്ന് ഈ വീട്ടിൽ വന്നുണ്ടാക്കിയത്, നീ ഓർക്കണില്ലേ? അന്ന് ഇതിനേക്കാളും വലിയ പാടായിരുന്നു എൻ്റെ കവളത്ത് വീണത്. അതുപോലെ പെണ്ണുങ്ങളുടെ തല്ല് പോലെ അല്ലല്ലോ ആണുങ്ങളുടെ തല്ല്. ഇനിയിപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് എന്താണ് തെറ്റ്? അമ്മ അച്ഛനോട് എന്താ ചെയ്തത്? അജയ് മാമനും അമ്മയ്ക്ക് എന്താ അതിൽ പങ്ക്? ഇതൊന്നും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നും ഞാനത് അന്വേഷിക്കില്ല എന്നും അബി. അപ്പോൾ എടി ഏൻ ജ്വല്ലറിയുടെയും എന്നും എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു. എന്ന അബി എന്നും അവന്തിക എന്നും വായിക്കാം. അപ്പോൾ എന്നെന്താണ്? എന്നെന്ന് പറഞ്ഞാൽ നാഗേന്ദ്രൻ. ഒരിക്കലും അല്ല, അവിടെയാണ് നിനക്ക് തെറ്റിയത്. ഞാൻ നിന്നോട് ഒരിക്കലും ഇതിനെപ്പറ്റി പറഞ്ഞതാണല്ലോ. എന്നെന്ന് പറഞ്ഞാൽ നവ്യ, അബി ആൻഡ് നവ്യ, അതാണ് എൻ ജ്വല്ലറി. അത് കേട്ട് നവ്യ ഇങ്ങനെ വാ എടാ പൊന്നെ മോനെ, നിന്നെ A to Z അറിഞ്ഞ് എന്നോട് നിൻ്റെ അച്ഛൻ്റെ സ്വഭാവ മഹിമ പറഞ്ഞ് പഠിപ്പിക്കല്ലേടാ എന്ന് മനസ്സിലിങ്ങനെ പറയണം. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, അതാണ് സത്യം. അല്ല ഇനി അവന്തിക്ക് നിൻ്റെ അച്ഛൻ കണ്ടോ? അപ്പോൾ ഇവൾ എനിക്കൊപ്പം ആണെങ്കിലും ഇപ്പോൾ സത്യം ഇവളെ അറിയിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അബി മനസ്സിൽ ചിന്തിക്കാം. അവർ തമ്മിൽ കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ ഇടയ്ക്ക് നിൻ്റെ അനിയത്തിക്ക് ഇവിടെയുള്ള എല്ലാവരോടുള്ള സ്നേഹം അഭിനയമാണെന്ന് നീ പറഞ്ഞതോ? അത് പിന്നെ അവൾ മിടിക്കല്ലേ. അയർലൻഡിൽ നിന്ന് ഇവിടേക്ക് വന്നതിന് ശേഷം അവൾ അനിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മികച്ച അഭിനയം കാഴ്ചവെച്ചതല്ലേ എന്ന് ചോദിച്ചു. അത് അയർലൻഡിൽ നിന്ന് വന്നപ്പോൾ അവൾ അനിയെ വേണം എന്ന് പറഞ്ഞുകൊണ്ടല്ലല്ലോ വന്നത്. നവീനുമായിട്ടുള്ള കല്യാണത്തോട് അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നല്ലോ. അന്നേരം എടി നവ്യെ, അനിയായാലും നവീനായാലും അവളുടെ കല്യാണം ഗംഭീരമായിട്ട് നടത്തേണ്ടത് ഈ വീട്ടിലുള്ളവരുടെ ഒരു കാര്യമാണ്. അപ്പോൾ അവരെ എല്ലാവരെയും കയ്യിലെടുക്കണമെന്ന് അവൾക്ക് തോന്നിക്കാണും, അത്രേ ഉള്ളൂ. അതിൽ വേറെ ഒന്നുമില്ല. അല്ലാതെ അച്ഛനെ ഇതുവരെ അവൾ കണ്ടിട്ടൊന്നുമില്ല. അല്ല ഈ എൻ ജ്വല്ലറിയുടെ അഭിയാണോ അവന്തികയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് നവ്യ പറയുമ്പം അക്കാര്യത്തിൽ എന്തിനാണ് നീ ഇനിയും സംശയിക്കുന്നത്? അഭി തന്നെയാണെന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ അഭി. അപ്പോൾ അതേടാ, നീ മൊത്തത്തിൽ തന്നെയാടാ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അഭി ഇങ്ങനെ നവ്യ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്.
അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ജലജ കേട്ടോ. ജലജ അവിടെ മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പം നവ്യ അങ്ങോട്ടേക്ക് ചെന്നു. നിങ്ങൾ എന്താ കാണിച്ചത്? എൻ്റെ അഭി അവൻ്റെ അച്ഛനെ കണ്ടതിൽ എന്താ തെറ്റ് എന്നും ചോദിച്ചു. അതിനെന്തിനാ അമ്മ അവനെ തല്ലിയത്? അന്നേരം മിണ്ടരുത് നീ എന്നും പറഞ്ഞുകൊണ്ട് ജലജ നവ്യയോട് ചൂടാവുക. ഇത് ഞാനും എൻ്റെ മോനും തമ്മിലുള്ള പ്രശ്നമാണെന്നും അതിനകത്ത് നീ എന്തിനാ ഇടപെടുന്നതെന്ന് ചോദിച്ചു ജലജ. നിന്നോട് ചിലരുടെ മോഡലായിട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടും നീ ഇപ്പോഴും പോയിക്കൊണ്ട് തന്നെ ഇരിക്കുകയല്ലേ എന്ന് ചോദിച്ചു. നിന്നെ പോലെ കയറൂരി വിട്ടിരിക്കുന്ന ഒരു പെണ്ണിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നായി പിന്നെ. പക്ഷേ എൻ്റെ മോൻ അങ്ങനെ പോയാലുണ്ടല്ലോ, തല്ലുമല്ല, അവനെ ഞാൻ തല്ലിക്കൊല്ലും. അമ്മയുടെ മോനാണെന്ന് കരുതി ഇപ്പം അഭി എൻ്റെ ഭർത്താവാ, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാ. അതുകൊണ്ട് അവനെ നോവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അത് ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ ചെയ്യടി, ചോദ്യം ചെയ്യുക. ഞാനിവിടെ നിൽക്കുവാണ്. എന്താ നിനക്ക് എന്നോട് ചോദിക്കാനുള്ളത്? അപ്പോൾ ചോദിക്കാനുള്ളത് തന്നെ ഞാൻ ചോദിച്ചത്, ഒരു മകൻ അവൻ്റെ അച്ഛനെ കണ്ടതിന് എന്തിനാ ഇങ്ങനെ തല്ലിയതെന്ന്. അപ്പോൾ അതിനുള്ള ഉത്തരം ഞാൻ തരാം. എനിക്ക് തല്ലണമെന്ന് തോന്നി, ഇനിയും ഞാൻ തല്ലും. എന്താ അതിന് പകരം നീ എന്നെ തല്ലുവോ? അമ്മ എന്തിനാ ഇങ്ങനെ ചൂടാകുന്നതെന്ന് നവ്യ ജലജയോട് ചോദിച്ചു. അച്ഛൻ പാവമായിരിക്കും, അമ്മ തന്നെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തതെന്ന് നവ്യ പറഞ്ഞപ്പോഴത്തേക്കും എടിയെന്നും പറഞ്ഞ് നവ്യെ തല്ലാൻ ജലജ കൈവൊക്കി. അപ്പം കൈ പിടിച്ചിട്ട് വേണ്ട, എൻ്റെ ദേഹത്ത് കൈവയ്ക്കാൻ നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്താലേ ചിലപ്പോൾ തിരിച്ചും കിട്ടിയെന്നിരിക്കുമെന്ന് നവ്യ ജലജയോട് പറയാം. പിന്നെ അമ്മായിമ്മയെ മരുമോള് തല്ലിയെന്നുള്ള ഒരു പരിദേശമേ അത് അമ്മയ്ക്ക് കിട്ടും. അപ്പം നീ അതും ചെയ്യും, അതിൻ്റെ അപ്പുറവും ചെയ്യൂടി. കാരണം നീ ആ കനകയുടെ മോളല്ലേ. അപ്പോൾ എനിക്ക് കനക എന്ന് പറഞ്ഞൊരു അമ്മയും ഗോവിന്ദൻ എന്നൊരു അച്ഛനും ഇല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ വെറുതെ അവരുടെ പേര് ഇവിടെ പറയുന്നത്? വെറുതെ വഴക്കിന് ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരിക. അപ്പോൾ ആരാടി വഴക്കുണ്ടാക്കുന്നത്? നീയല്ലേടി ഇങ്ങോട്ട് വന്ന് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്തായാലും അബിയോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അച്ഛന് മോനോട് സ്നേഹമാണെങ്കിൽ ഉറപ്പായിട്ടും മോൻ അച്ഛനെ കണ്ടിരിക്കും, അതിനൊരു സംശയമില്ല, അതിലെ ഒരു തെറ്റുമില്ല എന്നും നവ്യ ജലജയുടെ മുന്നിൽ വെല്ലുവിളിക്കാം. അബിയെ മൂർത്തി ജ്വല്ലറിൽ നിന്ന് പുറത്താക്കിയപ്പോഴേ അവൻ ആശ്വാസമായിട്ട് നിന്നത് അവൻ്റെ അച്ഛൻ മാത്രമാണ്, വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആ ഒരച്ഛൻ കാരണമാണ് ഞങ്ങൾക്ക് അവിടെ ജോലി പോലും കിട്ടിയത്. എന്നിട്ട് അന്ന് നീ പറഞ്ഞത് നിന്റെ മിടുക്കൊണ്ടാണ് ആ ജോലി കിട്ടിയതെന്നൊക്കെയാണല്ലോ. അങ്ങനെയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ അവൻ്റെ അച്ഛൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നുവെന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും ഞങ്ങളിപ്പോൾ അന്യരുടെ ചിലവിലല്ല ജീവിക്കുന്നത്. ഇവിടുന്ന് പുറത്തു പോയാലും ഞങ്ങൾക്ക് അങ്ങനെ ജീവിക്കേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തൽക്കാലം അബിയുടെ അച്ഛനെ തള്ളി പറയാനേ ഞങ്ങൾക്ക് പറ്റില്ല എന്നും നവ്യ ജലജയോട് വെല്ലുവിളിക്കുന്നു. അങ്ങനെ അതും പറഞ്ഞ് പിന്നെ ഒരു കാര്യം കൂടി, ഭീഷണിപ്പെടുത്തി അമ്മയ്ക്ക് വേണമെങ്കിൽ മോനെ പരിചയം നിർത്താം, പക്ഷെ എൻ്റെ അടുത്ത് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോകുമ്പോൾ ജലജ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ, കയ്യൊക്കെ ഇടിച്ചുമ്പോൾ ഇങ്ങനെയൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദർശം നയനിയും ഒക്കെ കൂടെ അവിടെ വീട്ടിൽ ഇരുന്ന് സംസാരിക്കുക ഗോവിന്ദനും ഒക്കെ ആയിട്ട്. നന്ദുവിൻ്റെ കല്യാണക്കാരി, നന്ദുവിന് 10-25 വയസ്സേ ആയിട്ടുള്ളൂ. ആ ഒരു സമയത്ത് കെട്ടുതാലി അറക്കേണ്ടി വരുന്നത് അവൾക്ക് വലിയ വിഷമമൊന്നും ഇല്ലായെങ്കിലും ഞങ്ങൾക്കത് സങ്കടം തന്നെയാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയൂ കേട്ടോ. അപ്പോൾ എൻ്റെ പൊന്ന് ഗോവിന്ദേട്ടാ, ഗോവിന്ദേട്ടൻ ഇങ്ങനെയൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. പിന്നെ നവ്യയുടെ കാര്യത്തെപ്പറ്റിയും ആ സമയത്ത് ഇവർ സംസാരിക്കുകയാണ്. നവ്യയ്ക്കും ഈ പറഞ്ഞ പോലെ പ്രായം കുറവാണ്. അഭിയുമായിട്ടുള്ള ജീവിതം, ആ ഒരു ജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പൊന്ന് ഗോവിന്ദേട്ടാ, നമ്മുടെ മോളെ ഓർത്ത് പേടിക്കേണ്ട. പിന്നെ അതുപോലെ ഒരു ദുഷ്ടൻ്റെ താലി കഴുത്തിലിട്ടുകൊണ്ട് നവ്യമോൾ നടക്കണമെന്നാണോ ഗോവിന്ദേട്ടൻ പറയുന്നത്? അയ്യോ എന്നല്ല, പക്ഷെ അവൾക്കൊരു കുടുംബം വേണ്ടേന്ന് ചോദിച്ചു. അതേപ്പറ്റിയൊക്കെ ഞാനും ആദർശേട്ടനും സീരിയസ് ആയിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട് അച്ഛാ. ആദ്യം അഭിയുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിക്കട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ചേച്ചിയുടെ സംസാരം കേട്ടിട്ട് ഇനിയൊരു കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണില്ലാലോ എന്ന് പറഞ്ഞു നന്ദു. അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് ഒരു കല്യാണം കഴിക്കാൻ തന്നെ പെൺകുട്ടികൾക്ക് മടിയാണ്. നവ്യേച്ചിയുടെ കാര്യം ഓർത്ത് അച്ഛനും അമ്മയും വിഷമിക്കേണ്ട. നവ്യേച്ചിക്ക് ഉടനെ മൂർത്തി ജ്വല്ലറിൽ ആദർശേട്ടൻ ജോലി കൊടുക്കും, അതുപോലെ തന്നെ ചേച്ചിയെ കമ്പനിയുടെ മോഡലും ആക്കും എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവരത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുമുറ്റത്തേക്ക് ഒരു വണ്ടി വരുന്നു. ആ വണ്ടിയിൽ നിന്ന് നമ്മുടെ ആദർശ് ഇറങ്ങുന്നു. അപ്പോൾ ആദർശ് കയറി വന്നിട്ട് എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ചോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇത്ര സന്തോഷത്തോടെ ഒരു ദിവസം കടന്നു പോയതെന്നും അത് സന്തോഷമായിരുന്നു എന്നും പറയുകയാണ് നമ്മുടെ നന്ദു. അപ്പോൾ ഇനിയിപ്പോൾ നന്ദൂട്ടൻ്റെയും നവീൻ്റെയും നിശ്ചയമാണ് വരാൻ പോകുന്നത്. അതിനെല്ലാവരും നേരത്തെ ഇങ്ങോട്ട് വന്നോളണമെന്ന് ആദർശനോടൊക്കെ പറയാം. അപ്പം എനിക്ക് ഉടനെ നിശ്ചയമൊന്നും വേണ്ടാന്ന് നമ്മുടെ നന്ദു. അത് നീയാണ് തീരുമാനിക്കുന്നതെന്ന് കനക. നല്ലൊരു ബന്ധമല്ലേ വന്നിരിക്കുന്നത്, അതിനെ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് കളയാനൊന്നും പറ്റില്ല നന്ദൂട്ടാ.
ഒരിക്കൽ നവീൻ്റെ അമ്മ ഈ ബന്ധത്തിന് സമ്മതിക്കില്ല എന്നാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത്. എന്നിട്ടും പത്മവും നരസിംഹൻ സാറും കൂടിയാണ് ഇവിടെ നേരിട്ട് വന്ന് പെണ്ണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി വെച്ച് നീട്ടാനേ പറ്റില്ല എന്നും പറഞ്ഞു. അങ്ങനെ ഗോവിന്ദേട്ടൻ ഇക്കാര്യം പറയുമ്പോൾ എങ്കിലും നന്ദുവിൻ്റെ പൂർണ്ണ സമ്മതത്തോടെ നിശ്ചയം നടത്തുന്നതാകട്ടോ നല്ലതെന്ന് പറഞ്ഞു നമ്മുടെ ആദർശ്. അപ്പം മോൻ ഇങ്ങനെ പറയല്ലേ, മൂർത്തി സാറിനോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞതാ കല്യാണം മുന്നിൽ നിന്ന് നടത്തി തരണം എന്ന്. അത് മൂർത്തി സാറ് സമ്മതിച്ച കാര്യമാണ് എന്നിങ്ങനെ പറയുന്നു. നീ വിഷമിക്കണ്ട മോളെ, നീ ആരോടൊപ്പം ജീവിക്കണമെന്ന് ദൈവം നേരത്തെ വിചാരിച്ചിട്ടുണ്ടല്ലേ, തീരുമാനിച്ചിട്ടുണ്ട്. അത് മാത്രമേ നടക്കൂ. ഞങ്ങളെന്നാൽ പോട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനയും ആദർശം ഇറങ്ങുന്നു. രണ്ടുപേരും സൂക്ഷിച്ച് പോകണം കേട്ടോ എന്ന് കനക പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവർ രണ്ടുപേരും പോകാൻ ഇറങ്ങുമ്പോൾ നീ എന്തിനാ നന്ദൂട്ട ആദർശനോട് സംസാരിക്കുമ്പോൾ ഒരു സങ്കടം കാണിച്ച് നിൽക്കുന്നതെന്ന് വന്ന് ചോദിച്ചു. നിന്നെപ്പോലൊരു പെണ്ണിന് നവീനെ പോലൊരു പയ്യനെ പറ്റി ചിന്തിക്കാൻ പറ്റുമെന്നും കനക ചോദിക്കുക. അതുപോലൊരു കുടുംബത്തിലോട്ട് കയറി ചെല്ലാനും മാത്രം എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? എനിക്കൊരു യോഗ്യതയില്ല, അതുകൊണ്ടാണല്ലോ അവിടേക്ക് പോവണ്ട എന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞത്. മോളെ, ഞങ്ങളുടെ പ്രഷർ വെറുതെ കൂട്ടാൻ നീ നിൽക്കണ്ട. നമ്മളായിട്ട് അങ്ങോട്ട് ആലോചനയ്ക്കൊന്നും പോയിട്ടില്ല. നവീൻ ഇവിടെ വന്ന് പെണ്ണ് ആലോചിച്ചിട്ട് കൂടി നമ്മൾ അവിടേക്ക് ചെന്നിട്ടുമില്ല. മാന്യമായിട്ടാണ് നവീനും നവീൻ്റെ അമ്മയും മുത്തശ്ശനും കൂടി ഇവിടെ വന്ന് പെണ്ണ് ചോദിച്ചത്. ഇനി ഒരു കാരണവശാലും അവരെ നിരാശപ്പെടുത്താനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞു. ആ നല്ല ബന്ധം വേണ്ടെന്ന് വെക്കാനും ഞങ്ങൾ ഒരുക്കമല്ല എന്നും പറയാം. അപ്പം അങ്ങനെ നന്ദുവിനോട് ഇവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞു. നന്ദു ആകെ ധർമ്മസങ്കടത്തിലായി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ രണ്ടുപേരും കൂടി വണ്ടിയിൽ ഇങ്ങ് പോരുന്ന സമയത്ത് വീട്ടിലെ ഗസ്റ്റ് വരുന്നു എന്ന് പറയുന്ന ആ ഒരു സമയത്ത് നിൻ്റെ അച്ഛനെയും അമ്മയെയും നമ്മൾ സസ്പെൻസിലാക്കിയില്ലായിരുന്നോ? അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് അവിടേക്ക് ഒരു ഗസ്റ്റ് വരുമെന്ന്. നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്കാണോ പോകുന്നതെന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. നവ്യേച്ചിയാണ് പറഞ്ഞത് അനഘയെ കുറച്ച് ദിവസം വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണം എന്ന്. അവൾ അത് കണക്ക് കൂട്ടി തന്നെ പറഞ്ഞതാണെന്ന് നമ്മുടെ ആദർശ് പറയുക. അനഘ അവിടെ വന്ന് നിൽക്കുമ്പോൾ അഭി അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് അവൾക്ക് നേരിട്ട് തന്നെ കാണണം. അതിന് വേണ്ടിയിട്ട് ആ ചന്തമോളെ അനഘയും കൂട്ടിക്കൊണ്ട് വരണമെന്ന് നവ്യ പറഞ്ഞത്. അത് നല്ല കാര്യമല്ലേ ആദർശിട്ടാന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായിട്ടും നല്ല കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ എൻ്റെ വീട്ടിലെ മരുമകളായി വരേണ്ടിയിരുന്നത് ഒരു കണക്കിന് അനഘ ആയിരുന്നില്ലേ എന്ന് ആദർശ് ചോദിക്കാട്ടോ. നവ്യേക്കാളും മുന്നേ അഭി അവളെയല്ലേ സ്നേഹിച്ചത്. അപ്പോൾ സ്നേഹിച്ചു എന്നൊന്നും പറയണ്ട, ചതിയിൽപ്പെടുത്തി എന്ന് പറയുന്നതല്ലേ ശരിക്കും. അതിനുശേഷം എൻ്റെ ചേച്ചിയെ വേദനിപ്പിച്ചവൻ. അപ്പോൾ അതിനൊക്കെ എണ്ണി പകരം ചോദിക്കാനുള്ള സമയമായെന്നും അവൻ അനന്തപുരിയിൽ നിന്ന് പോവുകയാണെങ്കിൽ അത് വേദനിച്ചിട്ട് വേണം പോകാനെന്നുള്ള കാര്യം പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി നേരെ അനഘയെ കൂട്ടാനായിട്ട് പോകണം. അപ്പോൾ ചന്തുമോളും അനഘയും അവിടെ പോകാൻ റെഡിയായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞാൽ എന്നാ കാണുന്ന മോളെ എന്ന് ചോദിച്ചു കേട്ടോ ആ ചേച്ചി, അവരെ നോക്കിക്കൊണ്ടിരുന്ന ചേച്ചി. അപ്പം ചന്തുമോൾ ചോദിച്ചു ആൻറ്റി വരുന്നില്ലേന്ന്. അയ്യോ എന്നെ ആരും വിളിച്ചില്ലല്ലേ മോളെ, അപ്പം ഞാൻ പറയാം ആൻറ്റിയും കൂടി വിളിക്കാനെന്ന് പറഞ്ഞപ്പം അതൊന്നും വേണ്ട മോളെ, മോളിപ്പോൾ നയന അമ്മ കൂടെ വരുമ്പോൾ പോകണം. അത് കഴിഞ്ഞ് അമ്മയും മോളും വരുമല്ലോ, അപ്പോൾ ആൻറ്റി വരാട്ടോ, അത് പോരേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നയനയും ആദർശം അങ്ങോട്ടേക്ക് വരിക. റെഡി ആയോ എന്ന് ചോദിച്ചു. റെഡി ആയി മോളെ എന്നും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അനഘ ചിരിച്ചുകൊണ്ട് കിടക്കാം. അനഘയ്ക്കും മോൾക്കും താമസിക്കാൻ വേണ്ടി ഞങ്ങൾ നല്ലൊരു വീട് കണ്ടു വെച്ചിട്ടുണ്ട് എന്ന് ആദർശ് പറയണം. അവിടെ ഓമനാൻറ്റിക്കൊപ്പം മറ്റൊരാളും ഉണ്ടാകുമെന്നും പറഞ്ഞു. ഇടയ്ക്ക് നയനയും നോക്കിയിരുന്നൊരു ഹോം നേഴ്സാണ്, എലിസബത്ത് എന്നാണ് പേരെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ സഹായമാണ് കേട്ടോ എന്ന് ഈ ചേച്ചി പറയാം. എന്തായാലും പുതിയ വീട്ടിലേക്ക് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് അനഘയും മോളെ ഞങ്ങൾ വിടുന്നുള്ളൂ, അത്രയും ദിവസം രണ്ടാളും ഞങ്ങളോടൊപ്പം താമസിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ മോളെ എന്നാ ചേച്ചി ചോദിച്ചു. ഒരു കുഴപ്പമില്ല, ഇപ്പോഴത്തെ കണ്ടീഷനിൽ അനഘയ്ക്ക് താമസിക്കാൻ ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലവും ഞങ്ങളുടെ വീട് തന്നെയാണ്. അയ്യോ വേറൊന്നും കൊണ്ടല്ല, ഒരു ദുഷ്ടനും അവൻ്റെ അമ്മയും അവിടെ ഉള്ളത് കൊണ്ടാണ് ചോദിച്ചത്. അവർ മാത്രമല്ലല്ലോ അനഘയും മോളെ സ്നേഹിക്കുന്ന മറ്റൊരുപാട് പേര് അവിടെ ഉണ്ടല്ലോ ആൻറ്റി, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലിങ്ങനെ സമാധാനിപ്പിക്കാം. അപ്പോൾ അനഘയോട് നീതികേട് കാണിച്ചവരൊന്നും അറിയാത്തതുപോലെ അവിടെ ജീവിക്കുകയാണ്. അഭിയുടെയും മോൻ്റെ അമ്മയുടെയും മുന്നിൽ കുറച്ച് ദിവസം അനഘയും മോളും വേണമെന്നും പറഞ്ഞ് അഭിയുണ്ടല്ലോ അവൻ ഉരുകി തീരട്ടെ എന്നും പറയാണ്. അവൻ ഇനി കുറച്ച് ദിവസം ഭയന്ന് തന്നെ ജീവിക്കണം, അതാണ് വേണ്ടത് എന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് നമ്മുടെ ആദർശ് ഡോക്ടറെ കാണാനായിട്ട് അങ്ങ് പോണു. അപ്പം നമ്മളെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുക അല്ലേ? അതെ, മോളെ കാണാനേ കൊതിച്ചിരിക്കുക അവിടെ ഒരാൾ, മോളുടെ മുത്തശ്ശി, അതറിയാവോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ അതും പറഞ്ഞ് ഇങ്ങനെ നയന അനഘയെ നോക്കുന്നു. അപ്പോൾ അനഘയുടെ കണ്ണ് നിറഞ്ഞു. എന്തിനാ കരയുന്നത്? അനഘയ്ക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ, ഒന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട, ഇനി എല്ലാം നമ്മൾ തിരിച്ചു പിടിക്കാൻ പോവുകയാണെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അനഘയെ കരയിച്ചവർക്കാ ഇനി നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ പോകുന്നത്, ധൈര്യമായിട്ടിരിക്കാനും പറയുവാണ്.
അങ്ങനെ നയന അനഘയുടെ കൈ ചേർത്ത് പിടിക്കുന്നു. ഇതേസമയം പിന്നെ കാണിക്കുന്നത് അവിടെ റൂമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക ദേവയാനി. അപ്പോഴത്തേക്കും ജലജ അങ്ങോട്ടേക്ക് കയറും. എന്തിനാ ഏട്ടത്തി മുറിയൊക്കെ വൃത്തിയാക്കുന്നത്? ആരെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് ആദർശ് വിളിച്ച് പറഞ്ഞായിരുന്നു. ആരാ ഏട്ടത്തി അത് പിന്നെ ആരാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചതാ ഒരുപാട് തവണ, ഒന്നും പറഞ്ഞില്ല. സസ്പെൻസാക്കി വെച്ചിരിക്കുക. അല്ല, ഗസ്റ്റ് ആണെങ്കിൽ സാധാരണ വന്നിട്ട് പോവത്തല്ലേ ഉള്ളൂ. ഇതിപ്പം മുറിയൊക്കെ റെഡിയാക്കി ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ താമസിക്കാനായിട്ടായിരിക്കുമല്ലോ. കുറച്ച് ദിവസം ഇവിടെ കാണുമെന്നാണ് പറഞ്ഞേ. അപ്പം നമ്മുടെ VIP കസ്റ്റമേഴ്സ് ആരെങ്കിലും ആയിരിക്കുമോ? അപ്പോൾ അങ്ങനെ വല്ലാവാനായിരിക്കും വഴിയുള്ളൂ. അല്ല, ഇനി ആ കനക എങ്ങാനും ആയിരിക്കുമോ? കനകയാണെങ്കിൽ എന്നോട് മുറി വൃത്തിയാക്കി ഇടണം എന്നൊന്നും പറയില്ലല്ലോ. നയനമോള് തന്നെ അതെല്ലാം ചെയ്യുകയും ചെയ്തേനെ. അല്ലെങ്കിൽ തന്നെ കനകയോ നയനമോളുടെ അച്ഛനോ അത് നേരത്തെ പറയാമല്ലോ. അതിലൊരു സസ്പെൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇനി അത് നന്ദൊന്നും അല്ലല്ലോ, ആണോ? അതെനിക്കറിയില്ല. ഇനി വരുന്നത് ആരാണെന്ന് വന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഉടനെ വരുമല്ലോ. അതെ വന്നിട്ട് നോക്കാവെന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ദേവയാനി ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുക. ആ സമയത്ത് നവ്യയുടെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ് ജലജ. ആരാടി ഇവിടെ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞതെന്ന് ചോദിച്ച്. നവ്യ മിണ്ടാതിരിക്കാം. അവർക്ക് വേണമെങ്കിൽ ഒരുത്തിയാണെങ്കിൽ ഈ മുറിയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ടെന്നും ജലജ പറയുവാണ്. എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നത്. അപ്പോൾ നവ്യ ഇങ്ങനെ നോക്കിയിരിക്കാം. വരുന്ന ഗസ്റ്റ് ഉടനെ ഒന്നും പോകുന്നില്ലെന്നാണ് തോന്നണേ. അല്ല, അങ്ങനെ താമസിക്കാനായിട്ട് വരുന്ന ഗസ്റ്റ് ആരാണ്? അപ്പോൾ ഒന്നും അറിയില്ല. ചോദിച്ചിട്ടാണെങ്കിൽ പറയണമില്ല. ഏട്ടത്തേക്കും അത് അറിയില്ലെന്നാ പറഞ്ഞത്. അമ്മച്ചിയോട് മോൻ വിളിച്ച് പറഞ്ഞതാ. പിന്നെ അവർക്ക് അത് കേട്ടല്ലേ പറ്റുള്ളൂ. അപ്പം ആരാണെന്ന് വെച്ചാൽ വന്നിട്ട് പോട്ടെ, നമുക്കെന്താ? ഓണമല്ലേ, ഓണത്തിനാണ് ആ ഫുട്ബോൾ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനം കൊടുക്കുന്നത്. ഇനി IM വിജയനോ മറ്റോ ആയിരിക്കുമോ? അങ്ങനെ ആരെങ്കിലും ആണോന്നറിയില്ല. അതിന് വിരാട് കോഹ്ലി തന്നെ കൊണ്ടുവരുമോ എന്ന് പോലും അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം വിരാട് കോഹ്ലി അതിന് ക്രിക്കറ്റല്ലേ കളിക്കുന്നതെന്ന് ചോദിച്ചു നവ്യ. ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും രണ്ടും പന്ത് തന്നെയാണല്ലോ. ഒന്ന് ചെറുത്, ഒന്ന് വലുത്. ആ ഒരു വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. ബാക്കി കളിയൊക്കെ ഒന്നുപോലെ തന്നെയല്ലേ? അല്ല, എന്നാലും ആരായിരിക്കും വരുന്നത്? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റിയ ഗസ്റ്റൊന്നും അല്ല വരുന്നത്. അവനിങ്ങനെ ഉള്ളിൽ ചിരിക്കാം. എന്തായാലും നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന ആരെങ്കിലും ആയിരിക്കും, ഉറപ്പാ. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇങ്ങനെ സസ്പെൻസ് ഇടുന്നത്. നോക്ക്, ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് 2-3 പേർക്കേ അറിയാത്തതായിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും എല്ലാം അറിയാം. എനിക്കും എല്ലാം അറിയാം എൻ്റെ അമ്മായിയമ്മേ. ഞാനാണിതിൻ്റെ പിന്നിലെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാതായിട്ടുള്ളൂ. അപ്പം നീ എന്താടി ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഗസ്റ്റ് ആരാണെന്ന് ഊഹിച്ചെടുക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഞാനെങ്ങനെ ഊഹിച്ചെടുക്കാനാ? എന്നാൽ പിന്നെ വരുമ്പോൾ വരട്ടെ, അപ്പം അറിയാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയം ഇനി നാഗേന്ദ്രനോ മറ്റായിരിക്കോ ഒന്ന് ചോദിച്ചു നവ്യ. എന്തിനാടി നീ ഇപ്പം അവൻ്റെ പേരിവിടെ പറഞ്ഞത്? അവൻ ഇവിടെ നിന്ന് പടി അടിച്ച് പിണ്ടം വെച്ചതല്ലേടി? അങ്ങനെ ഒരുത്തൻ്റെ പേര് പറയുന്നവർക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നൊക്കെ ഒച്ച വെച്ചു. അപ്പം എനിക്ക് നാഗേന്ദ്രൻ എന്ന് പറയാൻ ഒരു ധൈര്യക്കുറവുമില്ല. അയാളുടെ പേര് ആരുടെ മുന്നിൽ വെച്ചും ഞാൻ പറയുകയും ചെയ്യും. എന്താ അതിന് കുഴപ്പം? ഒരു കുഴപ്പമില്ലടി. അമ്മായിയമ്മമാരുടെ വിഷമം അറിയാത്ത നിന്നെപ്പോലുള്ള മരുമക്കളാടി ഒരു വീടിൻ്റെ ശാപം. അങ്ങനെ ആയിക്കോട്ടെ, വരവ് വെച്ചിരിക്കുന്നു പറഞ്ഞ നവ്യ. അവിടെ നിൽക്കുമ്പോൾ ജലജ തുള്ളിച്ചടിങ്ങ പോവാം. എൻ്റെ ദേവി, വരുന്ന ഗസ്റ്റ് ആരായാലും ആ ഗസ്റ്റിനെ കൊണ്ട് ഇവരുടെ മനസമാധാനം പോണേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യയ്ക്ക് ഭയങ്കര സങ്കടം. എൻ്റെ മനസ്സമാധാനം അല്ലടി, നിൻ്റെ മകൻ്റെ മനസ്സമാധാനം പോകാൻ പോണേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഇങ്ങനെ അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.